ഫ്രണ്ട്സ് എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പാക്ക് ഓപ്പൺ വീഡിയോ ആയിട്ടാണ്, അതും നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ. അതെ ഗൈസ്, ഇന്ന് നമുക്ക് പ്രഷർ പ്രൂഫ് 2026 കൊണ്ടൊരു പാക്ക് നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇതിൽ കിടിലൻ പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ജൂഡ് ബെല്ലിംഗം, റയൽ മാഡ്രിഡിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും പ്ലെയറാണ്. ഇതിപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കാർഡായിട്ടാണ് വന്നിരിക്കുന്നത്, വേൾഡ് കപ്പിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട്. സോ മൂപ്പര് വന്നിരിക്കുന്നത് മാച്ച് ഫീച്ച് പ്ലസ് അറ്റാക്കിംഗ് സെർജ് പറഞ്ഞ സ്കില്ലായിട്ടാണ്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രഞ്ച് താരം ഒലീസയാണ്, മൈക്കൽ ഒലീസെ. സോ ഫ്രാൻസിന് വേണ്ടിയും ബയറിന് വേണ്ടി കിടിലൻ പെർഫോമൻസ് ആണ് ആൾ വെച്ചിരിക്കുന്നത്. UCL ആയിക്കോട്ടെ, വേൾഡ് കപ്പ് ആയിക്കോട്ടെ, ആളുടെ ബുണ്ടസ് ലീഗ് ആയിട്ടെ, മൂന്നിനും ടോപ്പ് അസിസ്റ്ററോ ആൾ തന്നെ കേട്ടോ. സോ ആളിപ്രാവശ്യം വന്നിരിക്കുന്നത് വിഷണറി പാസ് പ്ലസ് ഫിനോൽ പാസ് പറഞ്ഞ സ്കില്ലായിട്ടാണ്. ഇനി അടുത്തൊരു പ്ലെയറാണ് നമ്മുടെ മൊറോക്കോയുടെ യുവതാരം. ആൾ ശരിക്കും ഫ്രഞ്ച് ടീമിൽ കളിച്ചിരുന്നതാണ്, അണ്ടർ-21. വേൾഡ് കപ്പിന് 2 മാസം മുന്നെയാണ് ആൾ പിന്നെ മൊറോക്കോയുടെ നാഷണാലിറ്റി സ്വീകരിച്ചിട്ട് അവിടേക്ക് കളിക്കാൻ വന്നത്. സോ ആളുടെ അച്ഛനാമി ആരാട്ടാ മൊറോക്കനാണ്, അങ്ങനെ വന്നാട്ടോ. സോ ആള് അയൂബ് എന്നാണ് ആളുടെ പേര്. എന്താ അയൂബാണ്? അയൂബ് എന്ന് വിളിച്ചാൽ മതി. ഓക്കെ. സോ ചെങ്ങായി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു, നമ്മുടെ ബ്രസീലിനൊപ്പം കിടിലൻ കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ വന്നിരിക്കുന്നത് ഫോർസസ് പ്ലസ് വിഷണറി പാസ്സായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് പറഞ്ഞതിൽ ജൂഡ് ബെല്ലിംഗാമിനെയാണ്, ഒരു സംശയമില്ല. സോ ചെക്കൻ എങ്ങനെയും മെയിൻ സ്കോറിൽ എടുക്കണമെന്നുണ്ട്. എൻ്റെ കയ്യിൽ ബെല്ലിംഗാമിൻ്റെ നല്ല കാർഡൊന്നുമില്ല, കിടിലൻ പെർഫോമൻസ് ആണ്. മുമ്പ് വന്ന് ഷോർട്ട് ടൈം ആയിക്കോട്ടെ, ഏത് പ്ലെയർ ഓഫ് ദി വീക്ക് ആയിക്കോട്ടെ, ഏത് കാർഡ് നോക്കിയാലും ആളുടെ കിടിലൻ പെർഫോമൻസ് ആണ് കിട്ടാറ്. അപ്പോൾ എന്തായാലും ജൂഡ് വന്നതിന് എടുക്കണം എന്നുണ്ടായിരുന്നു. സോ ജൂഡ് ഫൈനലി വന്നിരിക്കുകയാണ്. എംബാപ്പയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച, പിന്നെ വേണ്ട വെച്ചു, കാരണം ഷോർട്ട് ടൈം ഓൾറെഡി കിടക്കുന്നുണ്ട്. ഇനി അത്യാഗ്രഹം വേണ്ട, അവിടെ കിടക്കിട്ട് വെച്ചു. എന്തായാലും ബെല്ലിംഗാം നോക്കി നോക്കാം കിട്ടൂലേന്ന്. ഓക്കെ. സോ ബെല്ലിംഗാമും ഒലീസ കിട്ടിയാലും കൊള്ളാം. മറ്റവൻ പ്രശ്നമൊന്നുമല്ല, ഈ രണ്ടാളാണ് മെയിൻ ടാർഗറ്റ്. കിട്ടിയാൽ മതിയായിരുന്നു. മെയിൻ അക്കൗണ്ട് 8000 കോയിൻ ഉണ്ട് ഗൈസ്. അപ്പോൾ ചതിച്ച് കഴിഞ്ഞാൽ പണി പാടും കേട്ടോ. സോ 8000 കോയിനിൽ ബെല്ലിംഗാമാണ് മെയിൻ ടാർഗറ്റ്. ഫസ്റ്റ് ട്രയലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും, പ്രത്യേകിച്ച് ഹോൾ പ്ലെയർ കാർഡാ. തന്നാൽ മതിയായിരുന്നു അല്ലേ? തരണം കൊണു, ശരണം കൊണു, തരണം കൊണു, കിട്ടിയാൽ മതിയായിരുന്നു. ഈശ്വരാ കാത്തോളിൻ. അയൂബ് നല്ല പ്ലെയറിനാ കേട്ടോ. അത്യാവശ്യം നല്ല സ്കില്ലൊക്കെ വരുന്ന കിടിലൻ കാർഡ് തന്നെയാണ് അയൂബിൻ്റെയും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ട്രൈ കൊടുക്കാമല്ലോ നമുക്ക്. ക്യാൻസൽ. ഫസ്റ്റ് ട്രൈ 900. ആദ്യം തന്നെ നമുക്ക് ഡിമാർക്കോ പറഞ്ഞ പ്ലെയറാണ് തോന്നിട്ടിരിക്കുന്നത്. അതെ, ഡിമാർക്കോ തന്നെ. കാരണം ലെഫ്റ്റ് മിഡ്ഫീൽഡ് ഇന്റർ മിലാൻ ഡിമാർക്കോ ആവുമല്ലോ. അതാ എടാ അയ്യൂബടാ, എടാ ബെല്ലീനെ വേണടാ, എടാ ബെല്ലിയാടാ വേണ്ടത്. അയ്യൂബിനെ തന്നിക്കണടാ ഫസ്റ്റ് ട്രൈൻ്റെ മുമ്പാര്. പ്രതീക്ഷകൾ മങ്ങുന്നു, സത്യം പറയാലോ, പ്രതീക്ഷകൾ മങ്ങുന്നു. ഫസ്റ്റ് ട്രൈ നമുക്ക് ഷോർട്ട് ടൈമായിട്ട് അയ്യൂബിനാണ് തന്നിരിക്കുന്നത്. ചാമ്പ് തോന്നുന്നുണ്ടോ എനിക്കിത് അളിയ. അയ്യോ, എന്തൊരു കഴയാടത് കൊണാമിക്ക്. തുടങ്ങുമ്പോഴേക്കും എടാ തന്നത് നല്ല തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ ഒലീസനെ എന്നെങ്കിൽ പിന്നെ ഞാൻ ആശ്വസിച്ചിരുന്നു. ഇതിപ്പോൾ എന്താടാ നീ മച്ചു, എന്നാൽ 2 പേരെയും വേണ്ട എനിക്ക്. പക്ഷേ തന്നത് ഇവനെ. ഈ തന്നാലൊരു 3 വട്ടം തൊടാം നമുക്ക്. ഓ ലില്ലിയില കളിക്കണല്ലോ അവൻ. തന്നാൽ മതിയായിരുന്നു അല്ലേ? കിട്ടണം, കിട്ടിയേ തീരൂ. സെക്കൻഡ് ട്രൈ, ഹിയർ വി ഗോ ഗൈസ്, കം ഓൺ. ഓ എടാ വീണ്ടും ഷോർട്ട് ടൈം ആടാ. എൻ്റെ അളിയാ. അപ്പോൾ ബില്ലിങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് മുത്തേ. എൻ്റെ പൊന്നെ, ഒലീസേനെയും അയൂബിനെ ബാക്ക് ടു ബാക്ക് 2 ട്രൈയിൽ വന്നിരിക്കണ കേട്ടോ. എടാ ഞാൻ ഈ കറക്കണേൽ അർത്ഥമുണ്ടോ? ഞാൻ ബില്ലിങ് അവന്മാർ ലാസ്റ്റ് വരെ വെക്കില്ലടാ. ശപങ്ങളെ പ്ലക്കലാണല്ലോ എന്നെ തുടക്കം പ്ലക്കി തുടങ്ങിയടാ. എടാ ഇനി ഇത്ര പ്ലേയേഴ്സിന് എനിക്കൊരു പ്രതീക്ഷയില്ലടാ. ബെല്ലിംഗാമിന് ഈ 129 പ്ലേയേഴ്സിന്, ബാക്കി 128 പ്ലേയേഴ്സിനും കവച്ച് വെച്ചിട്ടാണ് എനിക്ക് ബെല്ലിംഗാമിൻ്റെ അടുത്തേക്ക് എത്താൻ. മുത്തേ ഡോറയുടെ അടുത്തുള്ള മാപ്പ് മേടിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ടിറ്റഡോറ എക്സ്ട്രായി. ഇനിയിപ്പം നോക്കണ്ടാ മച്ചു, എനിക്കിനി ഒരു പ്രതീക്ഷ ഒന്നുമില്ല. എന്നാലും വെറുതെ കറക്കാം, എല്ലാം ഒരു പ്രതീക്ഷ അല്ലേ അല്ലേ? പക്ഷെ എന്നാലും ഇങ്ങനെ പ്ലക്കിനെ വിചാരിച്ചില്ലടാ. ഫോഫാനിയോ ഏത്
എടാ അയ്യൂബിനെ ഒലീസേനെ അടുപ്പിച്ച് തന്നു. ഞാൻ പിക് ടൈം പൊട്ടും വിചാരിച്ചു. സാധനം എന്നെ പൊട്ടിച്ചവന്മാർ. അയ്യൂബിനെ 3 വട്ടം തൊടാം. അയ്യൂബിനെ അടുത്ത് 3 വട്ടം തൊട്ട് സാധനം കിട്ടിയത്. ഓക്കെ, ഇനി ഒലീസനെ കിട്ടി. ഒലീസനെ 3 വട്ടം തൊടാം. ഇനി നമുക്ക് പൊസിഷൻ ഇടാം. എന്നിട്ട് ബെല്ലിങ്ങാമിൻ്റെ അടുത്തേക്ക് പോവാം. ബെല്ലിങ്ങാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ക്യാൻസൽ. ഹിയർ വി ഗോ. നെക്സ്റ്റ് ട്രൈ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ മൂഞ്ചിക്കുന്നു. പ്ലക്കലോട് പ്ലക്കൽ ബ്രോ. നമ്മൾ എത്രയൊക്കെ പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. നമുക്ക് അത് എന്തുവാ എടാ 4000 കോയിനുണ്ട്. 4000 കോയിനുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ബ്രോ അൾട്ടിമേറ്റ് പ്ലക്ക്. ബെല്ലിംഗാം, ഐ നീഡ് യുവർ കാർഡ് ബ്രോ. യു ആർ ദി ഗ്രേറ്റസ്റ്റ് കറണ്ട് ബെസ്റ്റ് ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ. സോ ഐ നീഡ് യുവർ കാർഡ് ഇൻ എനി വേ. ഓക്കെ, സാധനം ഇവന്മാരെ എന്തിനു ഞാൻ നോക്കണം. മരം കിട്ടിയില്ലേ പുല്ല്. വേക്കട്ടെ. ബെല്ലിങ്ങാം 3 വട്ടം തൊടാം. ജൂഡ് ബെല്ലിങ്ങാം. അത് തുടക്കത്തിൽ 2 കിട്ടിയിട്ട് തന്നെ മൂഞ്ചിക്കണം എനിക്ക് ഇഷ്ടപ്പെടാത്ത. തരുമ്പോൾ ടാർഗറ്റാണ് തുടങ്ങുന്ന ആളുകൾക്ക്. എടാ ഇനി നമ്മൾ കറക്കണേൽ അർത്ഥമില്ല. അങ്ങനെ മൂഞ്ചി നമ്മൾ ഉറപ്പുള്ള കാര്യം അത്. എന്നാലും നമ്മൾ കറക്കും. കാരണം എന്താ, ബെല്ലിങ്ങാമിനല്ലേ വേണ്ടേ. 8000 കോയിൻ തന്നെ പ്ലക്കി നിർത്തും. ഈ 3000 കോയിനുണ്ട് ഗഡിയെ. എന്താ ഞാൻ ചെയ്യപ്പോൾ. കരച്ചിലും വരുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് വരുന്നേ. ബെല്ലി അയൂബ് ഒലി ദെൻ തെറ്റി. ഇതൊന്നുമില്ല, പോയി കറക്കാം. എൻ്റെ അളിയാ, ഇടയ്ക്കെങ്ങാനും വരുമെന്നുള്ളൊരു ചിന്ത ഉണ്ടോ, അതുകൊണ്ട് കറക്കണം കേട്ടോ, വേറെ ഒന്നല്ല. ആരത്, ലുക്കാക്കും അല്ലേ? ആ, എന്നാ ഗതി കെട്ടവനായില്ലോടാ ഞാനിങ്ങനെ. എന്തൊരു കഷ്ടല്ലേ. വലിയൊരു പ്രശ്നം തന്നെയായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ. ഇനി നമുക്ക് 2000 കോയിനുള്ളൂ. 2800. ബെല്ലിങ്ങാം. പ്രോബിലിറ്റി നമുക്ക് ഭയങ്കര കുറവാണ്. ഓക്കെ, അറിയാലോ. നിറമേ വേഗമേ അക്കഞ്ചി പുണ്ട. പക്ഷെ എന്തൊരു കഷ്ടടാ. 2 ട്രൈ ചെയ്യണ്ടാ. ഞാൻ 2 എടുത്തിട്ട് കിട്ടുമോ എനിക്കറിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡാ. മര്യാദയ്ക്ക് എംബാപ്പേനെ ഇറക്കിയാൽ മതിയായിരുന്നു അല്ലേ. എന്തായാലും 2 കിട്ടി മൂഞ്ചി. ഇനിയിപ്പോൾ അതിലൊരു ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ കിട്ടിയായിരുന്നേ. ഇപ്പം എന്തൊരു കഷ്ടത്. ഇപ്പോൾ ബെല്ലിങ്ങാം പ്ലക്കോ. പ്ലക്കട ഇനി നോക്കണ്ട. ഇത് അൾട്ടിമേറ്റ് പ്ലക്കലാ. ഇത് പ്രതീക്ഷ എന്നിട്ട് നാച്ചിക്കലാണ് നാറികളെ. കേനഡ ഒരു 100 കൊടുക്കാം. ആ 100 ബില്ലിങ് അടിച്ച് പൊളിക്കും. കിട്ടില്ല എന്നറിയാം. എന്താ എടാ കിട്ടിടാ. കിട്ടി കിട്ടി. അയ്യോ എടാ പ്ലക്ക് കിട്ടി വിചാരിച്ചാടാ ഞാൻ. എൻ്റെ പൊന്നളിയാ. ഓ സ്വർഗം കണ്ടുരാൻ. എടാ ഞാൻ തീർന്നു വിചാരിച്ചടാ. നിങ്ങളും വിചാരിച്ചില്ലടാ തീർന്നു. പക്ഷെ തീർന്നിട്ടില്ല ഇവിടെ. ആടറിഞ്ഞ് കളിക്കടാ.
കൊതിച്ചില്ല നിങ്ങൾ, എനിക്ക് കിട്ടില്ല എന്ന് വെച്ചിട്ട്. കിട്ടി അത്രേ ഉള്ളൂ പോരെ. ബെല്ലിംഗാം. ഓ ബ്രോ പീക്ക് ഹാപ്പിനെസ്. ദിസ് ഈസ് പീക്ക് ഹാപ്പിനെസ് ബ്രോ. ലുക്ക് 3 വൈപ്പ് അടിച്ചറാൻ. സന്തോഷം. എടാ നിങ്ങളൊക്കെ എന്തായാലും എനിക്ക് കിട്ടില്ല വെച്ചിരുന്നില്ല. അത് ഞാൻ പൂജ നോക്കിയിരുന്നല്ല അതിയൊക്കെ മുഞ്ചിലടപ്പോ. ഇങ്ങോട്ടൊന്നും പോകല്ലെന്ന്. നമുക്ക് നേരെ അക്കൗണ്ടിലേക്ക് പോകാൻ. നമുക്ക് കുറച്ച് ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പിള്ളേരെ. ഉലീസനെയും കിട്ടി, കച്ചവനെയും കിട്ടി. ഡിങ്ക ഓർഡർ ഓഫ് സൈനിങ് ഡൺ. ബെല്ലിംഗാം ഇൻ പ്ലേസ് ഓഫ്. ഇതിനെ കുറച്ച് പണി പെട്ടു ഇനി. ഉലീസെ ഇൻ പ്ലേസ് ഓഫ്. ഉലീസനെ ആരോടെ പോ. ലെഫ്റ്റ് ബേസിനെ ഇപ്പോൾ തൽക്കാലം നമുക്ക് പറ്റവരടാ. ഓക്കെ ഇപ്പം ഞങ്ങൾ കൊണ്ടുവരാൻ ജസ്റ്റ്. അയ്യൂബിനെ ഇപ്പോൾ ഇറക്കണോ? അയ്യൂബിന് ആവശ്യമുണ്ടോ? അയ്യൂബ് എന്തായാലും ഇവിടെ കിടക്കട്ടെ. ഇപ്പോൾ ട്രെയിൻ ചെയ്യിക്കണ്ടല്ലേ. സോ ലെവൽ ട്രെയിൻ ചെയ്യിക്കാം. എന്നാലും എൻ്റെ അടിയ അത് ഗംഭീര ട്വിസ്റ്റായടാ. എക്സ്പെക്റ്റ് ചെയ്യാത്ത ട്വിസ്റ്റായി പോയി. ഓട്ടോ കൊടുക്കപ്പോൾ പ്രോഗ്രഷൻ. ഓക്കെ 107 ആവും, 108 ഔട്ടായിരിക്കും. ഇംഗ്ലണ്ടിൻ്റെ കുറച്ച് പ്ലേയേഴ്സിനെ എടുത്തിട്ടാൽ മതി. കുഴപ്പമില്ല. ഐ ആം സാറ്റിസ്ഫൈഡ് ബ്രോ. ന്യൂലീസെ ലെവൽ ട്രെയിനിങ്. ഇവനൊക്കെ എപ്പോഴും ബി എ ആവും. അതാണ് എൻ്റെ ഒരു ഇത്. ബി അല്ലെങ്കിൽ എ ആവും. പെർഫോമൻസ് തരുന്ന പ്ലേയേഴ്സാണ് ഇവന്മാർ. മറ്റവൻ്റെ ആയിരിക്കും വലിയ ധാരണ ഇല്ല അവനെ. ഉലീസെ. എടാ എന്താടാ എന്തെങ്കിലും ഇങ്ങനെ കരയണേ? നിങ്ങൾ കരയണ്ട കേട്ടോ. സാധനം കിട്ടിയില്ല. നിങ്ങൾ ഞാൻ എന്തിനാ കരയണേ? കിട്ടിയില്ലടക്കി സന്തോഷിക്കും നിങ്ങൾ. നിങ്ങൾ സന്തോഷിക്കാനേ വേണ്ടത് കേട്ടോ. അയ്യൂബ്. ഓക്കെ അയ്യൂബിനെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്തായാലും കൂടി ഇടാല്ലേ. സോ ഇനി ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. സോ ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. 23 വയസ്സുള്ള ജൂഡാണ്. ഓക്കെ സോ ഹോൾ പ്ലെയർ ആണ്. എല്ലായിടത്തും കളിക്കും ഒരു വിധം. പൊസിഷനെ CF കളിക്കും, DMF കളിക്കട്ടെ മൂപ്പര്. ട്രിക്കസ്റ്റർ, മാസിങ് റൺ, ഇൻവെസ്റ്റർ റൺ, ലോങ് റേഞ്ചർ വരുന്നുണ്ട്. സോ ഡ്രിബിളിങ് സെക്ഷൻ പൊളി. എല്ലാം 90ന് മുകളിലുണ്ട്. ലോ പാസ് 90, ലോഫ്റ്റഡ് 87, ഫിനിഷിങ് 86 ഉണ്ട്. ഡിഫെൻസീവിൽ കുഴപ്പമില്ല, എന്നാലും ആൾക്ക് വേണ്ടത്ര കൊടുത്തിട്ടില്ല. സ്പീഡ് ആക്സിലേഷനൊക്കെ 92, 88. കിക്കിംഗ് പവർ 91. ബ്രോ പൊള്ളി ബ്രോ. സോ സ്കില്ലായിട്ട് ഇനി മാസ്റ്ററായിട്ടാണ് എന്തായാലും ആഡ് ചെയ്യേണ്ടി വരും. മാച്ച് ഫീറ്റും ഉണ്ട്, മറ്റേ സാധനമുണ്ട്, അറ്റാക്കിങ് സെർച്ച് ഉണ്ട്. ബാക്കി നമുക്ക് ആഡ് ചെയ്ത് പഠിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. സോ ഇനി ഉലീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലെയർ ഡീറ്റെയിൽസ്. സോ 24 വയസ്സുള്ള ഉലീസയാണ്. ലെഫ്റ്റ് ഫുട്ടറാണ്. റീച്ച് പ്ലേ മേക്കറാണ് കേട്ടോ. റൈറ്റ് മിഡ്ഫീൽഡ്, റൈറ്റിംഗ് ഫോർവേഡ്. AMF കളിക്കും, SS CMF കളിക്കും ആൾ. സോ ഡ്രിബിളിങ് സെക്ഷൻ സീനാണ് മൂപ്പരുടെ. ലോ പാസ്, ലോഫ്റ്റഡ് പാസ് സീനാണ്. ഫിനിഷിങ് 86 ഉണ്ട്. കേള് 87 ഉണ്ട്. സോ ഒരു ബ്ലിറ്റ്സ് കേളും കൂടി കൊണ്ടുവരായിരുന്നു ഒരാൾക്ക്. സോ സ്പീഡ് 92, ആക്സലേഷൻ 92, കിക്കിംഗ് പവർ 90 ഉണ്ട്, ബാലൻസ് 90. ബ്രോ ഗുഡ് വൺ. കുഴപ്പമില്ല സെറ്റാണ്. ഡബിൾ ടച്ചാണ്. മാസ് റിട്ടേൺ കൊടുക്കണ്ടല്ലോ ഈ ചങ്ങായിക്ക്. പക്ഷേ ഡബിൾ ടച്ച് കൊടുത്തുള്ളൂ, മാസ് റിട്ടേൺ ഇല്ലടാ. വിഷണറി പാസും ഫിനോൽ പാസ്സുള്ളൂ കേട്ടോ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അയ്യൂബ് പ്ലെയർ ഡീറ്റെയിൽസ്. ഓക്കെ 18 വയസ്സുള്ള ടേക്കന്. എന്നിട്ട് 6 വയസ്സ് കുറവാണ്. അങ്ങനെയൊന്നുമല്ല. ഓർക്കസ്ട്രേറ്റർ കാർഡാണ്. പാസിങ് ഉണ്ട് അത്യാവശ്യത്തിന്. ഡിഫെൻസീവിലും അത്യാവശ്യം കുഴപ്പമില്ല. കൊള്ളാം. സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. സ്കില്ല് ഏതൊക്കെയായിരുന്നു? ഫോർട്രസും വിഷണറി പാസും. ഓക്കെ അതും പൊളി. അപ്പോൾ ഗൈസ് 3 കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഐ ആം വെരി വെരി ഹാപ്പി വിത്ത് ദിസ്. സാധനം കിട്ടിയില്ലോടാ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ 100 കോയിൻ ഇറക്കുമ്പോൾ ബെല്ലിംഗാം വരുമെന്ന്. ഞാൻ എന്തൊരു ഭാഗ്യം ചെയ്ത പോലെ ഉണ്ട് കേട്ടോ. സത്യം പറയാലോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്തായാലും ഗൈസ് സാറ്റിസ്ഫൈഡ് ആണ്. ബാക്ക് ഓപ്പണിങ്ങിൽ മെയിൻ അക്കൗണ്ടാണ്. പിന്നെ എന്തായാലും ബെല്ലിംഗാം നമുക്ക് മെയിൻ സ്കോഡിലാണ്. ഉലീസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മളെന്തായാലും നിർത്തുന്നുണ്ട്. അയ്യൂബിൻ്റെ ആയിരിക്കും അറിയില്ല. എന്തായാലും ഒക്കെ നോക്കി നോക്കാം. ഇപ്പോൾ രാത്രി ലൈവും കാര്യങ്ങളൊക്കെ വരണതായിരിക്കും. പ്ലെയർ റിവ്യൂ ഒക്കെ ഞാൻ നാളെ ഇടാം കേട്ടോ. നാളെ എന്തായാലും നിങ്ങൾ കാണാൻ മറക്കണ്ട. അപ്പോൾ നാളെ ഇട്ട് തെറ്റിയ. പിന്നെ എന്തെല്ലാം സ്കോൾസിൻ്റെ വീഡിയോ ഇട്ടത് ചെറുതായിട്ടത് കയ്യത് പാടിയിടാം. അതെന്താ വെച്ചാൽ രാവിലെ എനിച്ചിട്ട് ഞാൻ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. സ്കോൾസിൻ്റെ കാർഡുള്ളോ ആരെങ്കിലും ഉണ്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി. പുറത്തേക്ക് മെസ്സേജ് അയച്ചു. ഓൻ്റെയിലാണെങ്കിൽ 2 സ്കോൾസ് ഉണ്ടായിരുന്നു. മെയിൻ സ്കോളിലാണെങ്കിൽ പഴയ സ്കോൾസിന് ഇട്ടുണ്ടായിരുന്നു. ഞാൻ അത് വെച്ച് കളിച്ചു. എന്താ വെച്ചാൽ ഇന്നലെ ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു ക്രിക്കറ്റിൻ്റെ. അപ്പോൾ അതിന് പോണതിൻ്റെ ആ തിരക്കിലായിരുന്നു ഞാൻ ചെയ്തതൊക്കെ. ഞാൻ എന്നിട്ട് മെയിനായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല. വന്നിട്ട് വെറുതെ ഇടിച്ചിങ്ങനെ. അപ്പോൾ ഈ പണി വളിയെന്ന് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് എടുത്തിട്ടു. ഒരു ദിവസത്തിൻ്റെ പകുതി ഇതിന് വേണ്ടി കളഞ്ഞല്ലേ. അപ്പോൾ അതാണ് സോറി കേട്ടോ. അത് ഞാൻ എൻ്റെ വന്ന മിസ്റ്റേക്കാണ്. ഓക്കെ ഇനി എന്തായാലും ഇനി അങ്ങനെ ആവർത്തിക്കില്ല. എന്തായാലും
ഇനി ബെല്ലിങ്ങാമിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നാളെ വരും. ഒലീസയുടെ ഞാൻ പിന്നെ ഇടാം കേട്ടോ. ബെല്ലിങ്ങാമിൻ്റെ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് തരണം. ഓക്കെ, സോ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.